അന്താരാഷ്ട്ര ഫൈറ്റർ ഡ്രഗ് കടത്ത് കേസിലെ മുഖ്യ സൂത്രധാരന്മാർ പിടിയിൽ. പ്രതികളെ കേന്ദ്ര ഏജൻസികൾ പിടികൂടിയത് അതിസാഹസികമായി. കസ്റ്റംസ്, DRI, സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ് എന്നിവയുടെ സംയുക്ത ഓപ്പറേഷനിലാണ് പ്രതികൾ പിടിയിലായത്. തിരുവനന്തപുരം സ്വദേശി ഉമേഷ് കുമാർ, മലപ്പുറം സ്വദേശി ഫിർദോസ് എന്നിവരെ റിമാൻഡ് ചെയ്തു. 1000 കോടിയുടെ ട്രെമഡോൾ ഗുളികകളാണ് ഡൽഹിയിൽ നിന്നും പിടിച്ചെടുത്തത്. രജീഷ് കരുണാകരനുണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. രജീഷ്, അന്താരാഷ്ട്ര ഫൈറ്റർ ഡ്രഗ് കേസാണ്, അതിലെ മുഖ്യ സൂത്രധാരന്മാരാണ് പിടിയിലായിരിക്കുന്നത്. ആരൊക്കെയാണ് പിടിയിലായത്? എങ്ങനെയാണ് അന്വേഷണ സംഘം പ്രതികളെ പിടികൂടിയത്? അശ്വതി പറഞ്ഞതുപോലെ തന്നെ വളരെ സാഹസികമായി കഴിഞ്ഞ ദിവസമാണ് ഇവർ രണ്ടുപേർ പിടിയിലായത്. ഈ രണ്ടുപേരെയും അതിസാഹസികമായാണ് ഈ കസ്റ്റംസ് വിഭാഗം പിടികൂടിയത് എന്നതിൻ്റെ വിവരങ്ങൾ, അതിൻ്റെ ദൃശ്യങ്ങളും ഫോട്ടോകളും തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2 കാറുകളിലായി അന്വേഷണ സംഘം പോകുന്നു. അതിൻ്റെ മുന്നിലായി പ്രതികൾ സഞ്ചരിച്ച വാഹനം പിടികൂടാൻ വേണ്ടി ഒരു ചേസിംഗ് തന്നെയാണ് അന്വേഷണ സംഘം കസ്റ്റംസ് നടത്തുകയും ചെയ്തത്. ഒടുവിൽ ഇടപ്പള്ളി ജംഗ്ഷൻ ഭാഗത്ത് നിന്ന് ഗുരുവായൂരേക്ക് പോകാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു പോലീസ്. എങ്ങനെയും കസ്റ്റംസിൻ്റെ കണ്ണ് വെട്ടിക്കുക എന്നത് തന്നെയായിരുന്നു അവർ കസ്റ്റംസിൽ നിന്ന് രക്ഷപ്പെടുക, അവിടെ പിടികൊടുക്കാതെ രക്ഷപ്പെടുക, പിന്നീട് ഒളിവിലേക്ക് പോവുക എന്നതായിരുന്നു പ്രതികൾ ലക്ഷ്യമിട്ടത്. എന്നാൽ അതിനു മുമ്പ് തന്നെ കസ്റ്റംസ് സൂപ്രണ്ട് വിവേക് ഈ വാഹനത്തിന് കുറുകെ തൻ്റെ വാഹനം ഇട്ടു. അതിനുശേഷം ഈ പ്രതികൾ സഞ്ചരിച്ച വാഹനത്തിന്റെ കീ ഊരി കൈവശം വെക്കുന്നു. അവിടെയും ഏറെ നേരം മൽപ്പിടുത്തം നടക്കുന്നുണ്ട്. മൽപ്പിടുത്തത്തിലൂടെയാണ് ഈ 2 പ്രതികളെയും പിടികൂടുന്നത്. അത് ഒന്ന് സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സും ഒപ്പം തന്നെ കസ്റ്റംസും സംയുക്തമായി നടത്തിയ ഒരു ഓപ്പറേഷനായിരുന്നു. അവർക്ക് ലഭിച്ച ചില രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ സംയുക്ത ഓപ്പറേഷനിലേക്ക് പോയത്. തിരുവനന്തപുരം സ്വദേശി ഉമേഷ് കുമാർ, ഒപ്പം തന്നെ മലപ്പുറം സ്വദേശിയായ ഫിർദോസ് എന്നിവരെയാണ് ഏതാണ്ട് 40 കിലോമീറ്ററോളം പിന്തുടർന്നുകൊണ്ട്, അതുകൊണ്ട് തന്നെയാണ് സിനിമ ചേസിങ്ങുകളെ വെല്ലുന്ന രീതിയിൽ ഉള്ള ഒരു തുടർച്ചയായി വാഹനത്തെ പിന്തുടരുന്നു. അതിനുശേഷം വാഹനം കുറുകിയിടുന്നു. അവിടെ നിന്ന് പ്രതികൾ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ കായികമായി തന്നെ അവരെ നേരിട്ടുകൊണ്ട് ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് പിടിയിലായത്. കാരണം വലിയ ഒരു ലഹരിക്കടത്ത്, കാരണം ലഹരിക്കെതിരെ സംസ്ഥാനത്ത് പോലീസ് നടപടികൾ എടുക്കുന്നത് പോലെ തന്നെ 1000 ട്രെമഡോൾ ഗുളികകളാണ് പിടിച്ചെടുത്തത്. എന്തായാലും വളരെ വലിയൊരു വേട്ട. അതിലെ മുഖ്യ സൂത്രധാരന്മാർ പിടിയിലായിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് രജീഷ് പങ്കുവച്ചത്.